ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിൻ കെയർ ചലഞ്ചിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഓയിൽ മേക്കിംഗ് ആണ്. ഈ ഒരു ഓയിൽ കൊണ്ട് നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റ് നോക്കാം. 10 വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാം, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്നാമത്തത് ആൻറ്റി ഓക്സിഡൻസ് ഒരുപാട് അടങ്ങിയിട്ടുള്ള ഒരു ഓയിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ചേർത്തേക്കുന്നത്. ഇൻഗ്രീഡിയൻസ് എന്ന് പറയാനില്ല, രണ്ട് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. അത് നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ്. സീറോ കോസ്റ്റിൽ ചെയ്യാൻ പറയുന്നത് കൊണ്ടാണ് കേട്ടോ. പിന്നെ പലരും വിചാരിക്കും ഓയിലിന് എന്താ കാശ് കൊടുക്കാതെ കിട്ടുമെന്ന്. പക്ഷേ ആ ഓയിൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ, അതിനെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ സീറോ കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. പലരും അത് അല്ലാതെ വിചാരിക്കാറുണ്ട്. അപ്പം ഈ ഒരു ഓയിൽ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് വരെ നമ്മുടെ സ്കിന്നിലെ പിഗ്മെൻറ്റേഷനും അൺഈവൻ ആയിട്ടുള്ള സ്കിന്നോടൊക്കെ മാറ്റി സ്കിൻ നല്ല ക്ലിയർ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ റിങ്കിൾസ് ഉണ്ടെന്നുള്ള സ്കിന്നാണെങ്കിൽ അത് കുറയ്ക്കാനും പുതിയ റിങ്കിൾസ് വരാതിരിക്കാനും ഏജ് ഇങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഇത്. ഇനി നമുക്ക് അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ, ഡാർക്ക് സ്പോട്ട്സ്, ഫൈൻ ലൈൻസ്, പിഗ്മെൻറ്റേഷൻ അതൊക്കെ ലോങ് ടൈം യൂസിൽ നമുക്ക് മാറിക്കിട്ടും. പിന്നെ ഇത് ഫേസിൽ മാത്രമല്ല ഫുൾ ബോഡിയിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അണ്ടർ ആംസിൽ യൂസ് ചെയ്യാം, ഇൻറ്റിമേറ്റ് ഏരിയയിൽ, കൈമുട്ടിൽ, കാൽമുട്ടിൽ ആ ഒരു പിഗ്മെൻറ്റേഷനൊക്കെ മാറാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഡ്രൈ സ്കിന്നുകാർക്കും ഭയങ്കര യൂസ്ഫുൾ ആണ്. എന്താ പറയുക, നല്ലൊരു കൊഴുത്ത കൺസിസ്റ്റൻസിയാണ്. ഇന്നൊരു സ്കിൻ ടൈപ്പ് ഒന്നുമില്ല, എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാം. ഡ്രൈ സ്കിന്നുകാർക്ക് എസ്പെഷ്യലി കുറച്ചുകൂടെ വർക്കാവും, അല്ലെങ്കിൽ കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആവുന്നത്. ഓയിലി സ്കിന്നുകാർക്ക് ഓൾറെഡി ഓയിലി സ്കിൻ ആയതുകൊണ്ട് അത് ഡ്രൈനെസ് മാറില്ലല്ലോ. അപ്പം ഡ്രൈ സ്കിൻ ആരെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഡ്രൈ സ്കിൻ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അത്രയും ബെനിഫിറ്റ് ഉള്ള ഒരു ഓയിലാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഓയിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് നമ്മളുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ, ബാക്കിയുള്ള ചാലഞ്ച് വീഡിയോ ഒക്കെ കാണാനും പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ സ്കിൻ വൈറ്റനിങ് ആൻറ്റി ഏജിങ് ഓയിൽ തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ശംഖുപുഷ്പമാണ്. ഇതിനകത്ത് ആൻറ്റി ഓക്സിഡൻസ് ഒരുപാട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ട്സൊക്കെ മാറി സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നീല ശംഖുപുഷ്പം കിട്ടുകയാണെങ്കിൽ അത് തന്നെ എടുക്കാനായിട്ട് നോക്കുക. ഏകദേശം ഒരു പിടി ഫ്ലവർ, അതായത് ഒരു 20-25 പൂവോളം, ഏറ്റവും കുറഞ്ഞ ക്വാണ്ടിറ്റിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് അധികം കിട്ടുമെങ്കിൽ എത്ര എടുക്കുക. കാരണം എൻ്റെ അടുത്ത് എനിക്ക് ഈ ഫ്ലവർ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ഞാൻ തൈ നട്ടിട്ടുണ്ട്, അപ്പോൾ പൊടിച്ച് വന്നാൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടും കേട്ടോ. അതിനുശേഷം ആ പൂവിൻ്റെ പച്ചത്തണ്ട് ഉണ്ടല്ലോ അത് മാറ്റണം, അതെല്ലാതും മാറ്റിയെടുക്കണം. അതാണ് നമ്മുടെ ഒന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിനുശേഷം നമ്മളൊരു പാൻ എടുക്കുക, ഒരു ചൂട് ചട്ടിയുള്ള പാൻ എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ ഒരു ശംഖുപുഷ്പത്തിൻ്റെ പൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ശംഖുപുഷ്പം വെള്ള ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ള എടുക്കാം. ഇത് രണ്ടും ഇല്ലെങ്കിൽ ഡ്രൈ ഫ്ലവർ ഓൺലൈൻ വഴി വാങ്ങാനായിട്ട് കിട്ടും, അത് എടുത്താലും മതിയാവും. അത് നമ്മുടെ ഒന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ്. ഇനി നമ്മുടെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെമ്പരത്തിപ്പൂ ഉണ്ടല്ലോ, അതും ഞാൻ ഒരു 5 ഇതളുള്ള 5 ചെമ്പരത്തിപ്പൂവാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പം 5 ഇതളുള്ള ചെമ്പരത്തിയാണ് ഏറ്റവും നല്ലത് നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട്. ഒരുപാട് ബോട്ടോക്സിൻ്റെ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ ആൻറ്റി ഏജിങ് ആയിട്ട് ഇരുത്താനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നല്ല കൊഴുത്ത കൺസിസ്റ്റൻസിയിൽ കിട്ടും കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, വെളിച്ചെണ്ണ ഒഴിക്കണം. ഏകദേശം ഒരു 150 ഗ്രാമോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഈ 2 ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുത്ത് അടുപ്പിൽ വെച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിള തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിലാക്കുക. തീ കുറച്ച് വെച്ച് വേണം ഇത് അനത്തിയെടുക്കാനായിട്ട്, പെട്ടെന്ന് കരിഞ്ഞു പോവും. രണ്ടും ഫ്ലവറാണ് ഇൻഗ്രീഡിയൻറ്റ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മൂത്ത് കിട്ടും. ഒരുപാട് ടൈമും വേണ്ട, പെട്ടെന്ന് നമുക്ക് ഈ ഒരു എണ്ണ കാച്ചിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഈ ഒരു എണ്ണയുടെ പരുവമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്പി ആവണം. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് നല്ലതായിട്ട് മൂത്ത് കിട്ടില്ലേ, ക്രിസ്പി പരുവം, അത് നമുക്ക് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് തണുക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഇളക്കി കൊടുക്കുക, ലോ ഫ്ലെയിമിൽ തന്നെ ഇടുക കേട്ടോ. ഇതാണ് നമ്മുടെ ആ ഒരു ക്രിസ്പി ആയിട്ടുള്ള പരുവം. അതിനുശേഷം എണ്ണേനെ തണുക്കാനായിട്ട് വെക്കണം. തണുത്തതിന് ശേഷം ചില്ല് ബോട്ടിലിൽ തന്നെ സ്റ്റോർ ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇതിനകത്തുള്ളത് ഇൻഗ്രീഡിയൻറ്റ് അരിച്ചെടുക്കാനും പാടില്ല. നമ്മൾ അരിച്ചിട്ട് ഓയിൽ മാത്രം സെപ്പറേറ്റ് ആക്കി എടുക്കില്ലേ, ഈ ഒരു ഓയിലിൽ നമുക്ക് അങ്ങനെ ചെയ്യരുത്. ആ ഒരു ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇതിനകത്ത് എണ്ണ ഇടണം. അതിനുശേഷം നമ്മൾ ഓരോ തവണ യൂസ് ചെയ്യുന്ന സമയത്തും ഈ ഒരു ഓയിൽ ഷേക്ക് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യുക. ആ ഷേക്ക് ചെയ്യുമ്പോൾ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ചെമ്പരത്തിയുടെയും ശംഖുപുഷ്പത്തിൻ്റെയും ഒക്കെ കൊഴുത്ത കൺസിസ്റ്റൻസി നമ്മുടെ കയ്യിൽ വരും. അത് തന്നെ നമ്മൾ സ്കിന്നിൽ തേച്ച് കൊടുക്കാനും ശ്രദ്ധിക്കുക, നന്നായിട്ട് വാം ചെയ്തിട്ട് കേട്ടോ. അതിനെ പ്രത്യേകം എടുത്ത് പറയാനും, ചില്ല് ബോട്ടിലിൽ എല്ലാ ഇൻഗ്രീഡിയൻസോടും കൂടി തന്നെ സ്റ്റോർ ചെയ്യുക. അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അരിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കൊഴുത്ത കൺസിസ്റ്റൻസി പോകും കേട്ടോ.
അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഓയിൽ തയ്യാറാക്കി എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതിനകത്ത് എല്ലാ എസൻസും ഞാൻ അതിനകത്ത് തന്നെ ഇട്ടിട്ടുണ്ട്, എടുത്ത് കളഞ്ഞിട്ടില്ല. ആ ഒരു ഗുണങ്ങളെല്ലാം അതിനകത്ത് തന്നെ കിടക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്ന ഓയിൽ നിങ്ങൾക്ക് അറിയാം, ഗോൾഡൻ ഓയിൽ അല്ലെങ്കിൽ മഞ്ചസ്റ്റേഡ് ഓയിൽ. കൂടുതൽ ഞാൻ യൂസ് ചെയ്ത് മഞ്ചസ്റ്റേഡ് ഓയിലായിരിക്കും. കാരണം എനിക്ക് ഫേസ് ഓയിലി ആണെങ്കിലും ബോഡി മൊത്തം ഡ്രൈ ആണ്. അപ്പം ഡ്രൈ സ്കിന്നർക്ക് കൂടുതലും വർക്കാവുക മഞ്ചസ്റ്റ ഓയിലാണ് കേട്ടോ. അപ്പം ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ക്വാണ്ടിറ്റി ഒരുപാട് തയ്യാറാക്കാത്തത്, കുറച്ചേ തയ്യാറാക്കിയിട്ടുള്ളത്. ഇപ്പോൾ എനിക്കൊരു ഒരു 3-4 ദിവസത്തേക്ക് യൂസ് ചെയ്യാനുള്ളതേ ഉള്ളൂ. അതിനനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റിയിലാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾ തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ തയ്യാറാക്കാം. ഇനി നമ്മുടെ പ്രോഡക്റ്റ്സ് ഏതെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഇത് യൂസ് ചെയ്യേണ്ട വിധം ബിഫോർ ബാത്തിങ് ആണ്. എന്നും യൂസ് ചെയ്യണം, മാക്സിമം നിങ്ങൾ എന്നും യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അത് തന്നെ ബാത്ത് പൗഡറിൻ്റെ വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഈ ഓയിൽ തേച്ചതിന് ശേഷം ബാത്ത് പൗഡർ യൂസ് ചെയ്ത് വേണം വാഷ് ചെയ്ത് കളയാനായിട്ട്. അപ്പം എന്താ പറയുക, ഇത് ഡെയിലി ചെയ്യാനുള്ള കാര്യമാണ് കേട്ടോ. നമ്മൾ അപ്പോൾ ബാത്ത് പൗഡർ യൂസ് ചെയ്യുന്നതും ഓയിൽ തേക്കുന്നതും ഒക്കെ നമ്മൾ ഡെയിലി ചെയ്യുന്നത്. കിഴി എന്ന് പറഞ്ഞിട്ടൊന്നും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് വീക്ക്ലി 3 times മതിയാവും. അത് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ആ കിഴി വീടിക്കകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഞാൻ എടുത്തത് മഞ്ചസ്റ്റേഡ് ഓയിലാണ്. ആ ഓയിലാണ് ഞാൻ ഒരുപാട് വർഷമായിട്ട്, ഇപ്പോൾ അതിപ്പോൾ 6ാമത്തെ വർഷമാണ്. ഈ 6ാമത്തെ വർഷം കൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത് അതാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം. പിന്നെ ഈ ഒരു ഓയിൽ ഫേസിൽ, നെക്കിലും ബോഡിയിലും ഒക്കെ യൂസ് ചെയ്യാം. പിന്നെ എന്താണ്, എല്ലാ സ്കിൻ ടൈപ്പാർക്കും യൂസ് ചെയ്യാം. പിന്നെ എല്ലാ സ്കിൻ ടൈപ്പാർക്കും സ്യൂട്ടബിൾ ആവണമെന്നില്ല. അത് നമ്മൾ യൂസ് ചെയ്ത് നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് ആദ്യം നിങ്ങളൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. പിന്നെ ഫേസിൽ മാത്രമേ ഉള്ളൂ നമുക്ക് അങ്ങനെ വർക്കാവാത്ത, ബോഡിയിലൊന്നും അങ്ങനെ വലിയ പ്രശ്നം വരാറില്ല. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. നല്ലൊരു മണമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓയിൽ തേക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ഫേസിലായാലും മുടിയിലായാലും മസാജിങ് ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഓയിൽ തേക്കുമ്പോൾ ഫേസിൽ നമ്മൾ ഒരിക്കലും താഴേക്ക്, അതായത് ഇതുപോലെയൊന്നും മസാജ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ സ്കിൻ താഴേക്ക് സാഗ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എപ്പോഴും നമ്മളിങ്ങനെ സ്കിൻ മുകളിലേക്ക് വേണം ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ റിങ്കിൾസിനെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. സ്കിൻ സാഗി ആവുന്നത് ആൻറ്റി ഏജിങ് ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓൾറെഡി ഈ ഓയിലിനകത്ത് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഉണ്ട്. അതായത് ഒരു ബോട്ടോക്സ് ചെയ്ത ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഒരു എഫക്റ്റ് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ചേർത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോങ് ടൈം യൂസ് നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല എന്താ പറയുക, ഒരു യങ് ഫീലിംഗ് അല്ലെങ്കിൽ യങ് ലുക്ക് കിട്ടാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ നല്ലൊരു ഗ്ലോയും നല്ലൊരു ഇതൊക്കെ കിട്ടും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓയിലി സ്കിൻ ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫേസിൽ ഓയിൽ തേച്ച് മസാജ് ചെയ്തൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതിയാവും. അതല്ല നിങ്ങൾ ഡ്രൈ സ്കിൻ ആണ്, നോർമൽ ടു ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ 20 മിനിറ്റ്സ് വരെ വെയിറ്റ് ചെയ്യാം. ബോഡിയിലൊക്കെ നമുക്ക് എത്ര ടൈം വേണം, ഓവർനൈറ്റ് വേണമെങ്കിലും വെക്കാം. പിന്നെ മഞ്ഞളില്ലാത്ത കണ്ടന്റ് ആയതുകൊണ്ട് ബെഡിലൊന്നും അങ്ങനെ കളർ പിടിക്കില്ല. ഓവർനൈറ്റ് യൂസ് ചെയ്യുന്നൊന്നും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് ലൈറ്റായിട്ട് ഇതിന് അപ്ലൈ ചെയ്യും. അപ്പോൾ ഓയിലി സ്കിന്നുകാരാണെങ്കിൽ നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഓയിൽ എടുക്കേണ്ട ആവശ്യമില്ല. ഒരു 3-4 ഡ്രോപ്സ് എടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്ത് അങ്ങനെ ഇരിക്കും. ആ സമയത്ത് ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല അളവിൽ തന്നെ എടുക്കാം. നന്നായിട്ട് മസാജ് ചെയ്ത് സ്കിന്നിൽ അബ്സോർബ് ചെയ്ത് കൊടുക്കാം. സ്കിന്ന് ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് സക്ക് ചെയ്തെടുക്കും നമ്മുടെ സ്കിൻ. അതായത് ഈ ഒരു ഓയിൽ നന്നായിട്ട് സക്ക് ചെയ്തെടുക്കും. കാരണം നമ്മൾ സ്കിൻ ഡ്രൈ ആണല്ലോ. ഓയിലി സ്കിൻ ആണെങ്കിലും അങ്ങനെ സക്ക് ചെയ്തെടുക്കില്ല. അതിങ്ങനെ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്കിൻ തന്നെ ഓയിൽ പുറന്തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലൈറ്റ് ക്വാണ്ടിറ്റിയിൽ എടുത്താൽ മതി. 3-4 ഡ്രോപ്പ് തന്നെ നമുക്ക് മതിയാവും. അപ്പോൾ ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. എൻ്റെ ഒരു കോമ്പിനേഷൻ ഓയിലി സ്കിന്നാണ്. എന്നാൽ എക്സ്ട്രീം ഓയിലി സ്കിന്നാണോ എന്ന് ചോദിച്ചാൽ അല്ല. ചില ടൈമിൽ അങ്ങനെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇപ്പോൾ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ആയതുകൊണ്ട് വീണ്ടും കോമ്പിനേഷനിലോട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതിങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നല്ല പോലെ തന്നെ മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മസാജിങ്ങിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഈ ഒരു ചലഞ്ചിൽ ഉൾപ്പെടുത്താം. അതുകൊണ്ടുള്ള ബെനിഫിറ്റ്, അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ നമ്മൾ സ്കിന്നിൽ ഇങ്ങനെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മുടെ ബോഡിയിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം എൻ്റെ സ്കിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ് ഓയിലിയിട്ട് കോമ്പിനേഷനും, പക്ഷേ എൻ്റെ ബോഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രീം ഡ്രൈ ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ബോഡിക്ക് നന്നായിട്ട് ഓയിൽ കൊടുക്കാറുണ്ട്, ഡെയിലി യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഡ്രൈനെസ് ഒക്കെ ഒരു പരിധി വരെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ കാലിൽ ഇപ്പോഴും നന്നായിട്ടുണ്ട്. അതും കുറേ നാൾ യൂസ് ചെയ്യുമ്പോഴേ മാറുള്ളൂ. പെട്ടെന്ന് ഇതൊക്കെ കുറച്ച് ജനറ്റിക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ കുറച്ച് ടൈം എടുക്കും. അതുപോലെ തന്നെ ഹോർമോണൽ ചേഞ്ച് കൊണ്ടാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള മെഡിസിനും കൂടെ എടുത്താലേ നമുക്ക് വ്യത്യാസം ഉണ്ടാകും കേട്ടോ. അപ്പോൾ നമ്മൾ
നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മസാജ് ചെയ്യുമ്പോൾ നമുക്ക് റിങ്കിൾസ് ഉള്ള ഭാഗങ്ങളും പിഗ്മെൻറ്റേഷൻ ഉള്ള ഭാഗങ്ങളൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ നല്ലപോലെ തന്നെ സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഉണ്ടോ? നല്ലൊരു ഗ്ലോ നമുക്ക് സ്പോട്ടിൽ തന്നെ കാണാം, നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഗ്ലോ. അതുപോലെ തന്നെ ഒരു ബ്രൈറ്റ്നസ്, നമ്മുടെ ആ ഒരു സൺടാനൊക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു എന്താ പറയുക ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ബോഡിയിൽ ബാത്ത് പൗഡറും ഫേസിൽ ഫേസ് വാഷ് പൗഡറും യൂസ് ചെയ്യാം. അപ്പം ഫേസ് വാഷ് പൗഡർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ നെക്സ്റ്റ് ആയിട്ട് ചെയ്യാം, ഉടനെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനകത്ത് ആക്നെ ഉള്ളവരും ഇല്ലാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം. അതിനനുസരിച്ചിട്ട് നിങ്ങൾ തയ്യാറാക്കിയാൽ മതിയാവും. അപ്പോൾ ഇത് വെയിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞ മാതിരി എന്നെ വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാൻ.